morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. സ്നാനപ്പെട്ടവനായി യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു പരീക്ഷിക്കാനായിട്ട്. അവിടെ 40 ദിവസം പരീക്ഷകൻ അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. വ്യക്തമായിട്ടത് ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും അത് വിശദമായി പറയുന്നു. എന്നാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, യേശുവിന്റെ അടുക്കൽ വന്ന പിശാച് പറഞ്ഞ് ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുക, നീ ദൈവപുത്രൻ. രണ്ടാമത് പിശാച് യേശുവിനോട് പറഞ്ഞത് ഗോപുരത്തിന് മുകളിൽ നിന്ന് ചാടുക, ദൂതന്മാർ നിന്നെ താങ്ങുമെന്ന് എഴുതിയിരിക്കുന്നു. അവിടെ കർത്താവിന്റെ മറുപടി ഇതാണ്: ദൈവത്തെ പരീക്ഷിക്കരുത്. കാരണം ഈ എഴുതപ്പെട്ട വചനം പരീക്ഷിക്കാനുള്ളത് അല്ല, വിശ്വസിക്കാനുള്ളത്. ഹല്ലേലൂയ. ദൈവവചനം പരീക്ഷിച്ചല്ല നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഫലം ഉണ്ടാകും, വിശ്വസിച്ച്. ഒരു വ്യക്തി ദൈവവചനത്തെ പരീക്ഷിക്കുമ്പോൾ ദൈവത്തെ സംശയമില്ലാത്തടത്താണ് പരീക്ഷ വരുന്നത്, പരീക്ഷിക്കേണ്ടി വരും. സംശയമുള്ളിടത്ത്, വിശ്വാസമുള്ളത് പരീക്ഷിക്കേണ്ട ആവശ്യം. അവിടെ യേശുവിനെ പിതാവ് കൈവിടത്തില്ലെന്നും ആ പിതാവ് പുത്രനും ഒന്നാണെന്നും ഉറപ്പുള്ള കർത്താവിന് അവിടെ ചാടി തന്റെ പുത്രത്വം തെളിയിക്കേണ്ട കാര്യം. അവിടെ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ഏത് വിശ്വാസമാണ്? ദൈവം എനിക്ക് അത്ഭുതം ചെയ്യുമെന്ന വിശ്വാസം. അതെല്ലാവർക്കും ഉണ്ട്. ലോകത്തിലെ വിശ്വാസികളായ എല്ലാവരുടെ അകത്തും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരും ദൈവമില്ല എന്നൊരു കാര്യത്തെ വിശ്വസിക്കുക, അവർ വിശ്വാസി. ഇപ്പൊ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവം അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ ആരാണ് ദൈവത്തിന്റെ പുത്രന്മാരും മക്കളായിട്ട് മാറുന്നത്, ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നത്? യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. അതായത് പ്രിയപ്പെട്ടവരെ, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നതാണ് അത്ഭുതങ്ങളുടെ താക്കോൽ. അതായത് അത്ഭുതങ്ങളുടെ എല്ലാം വലിയ അത്ഭുതമാണ് യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അതായത് യേശുവിനെ ക്രിസ്തു എന്ന ഒരാൾ വിശ്വസിക്കുന്നതിലൂടെ അദ്ദേഹത്തോട് തന്നെ പറയുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ അകത്തുണ്ട്, ഞാനും ക്രിസ്തുവും ഒന്നാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സ്റ്റെപ്പുകളിലും ഈ ബോധ്യത്തോടെ, ഞാനും ക്രിസ്തുവും ഒന്നാണെന്നുള്ള ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.